ഹായ് ഗുഡ് മോർണിംഗ് അമൃത. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഉണ്ട്, ബാഗിനകത്ത് ഉണ്ട്. കാരണം നമ്മൾ ഇന്നലെ വന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു മധുരയിൽ ഇന്ന് വീട്ടിൽ വന്നു. എന്താ പറയാനായിട്ട്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ റീക്രിയേഷൻ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ അമൃത അതിൻ്റെ ത്രില്ലാണ്. പ്രത്യേകത ഉണ്ട്, വരുന്നില്ല. ഇതിൽ ഹാഫ് പോർഷൻ വന്നിട്ട് നമ്മുടെ കേരള വീട്ടിലും ഹാഫ് ഇവിടെയാണ് എടുക്കുന്നത്. അതെ, അതും നമ്മൾ വീടുമായി ബന്ധപ്പെട്ട ചുറ്റിപ്പറ്റിയ ഒരു വീഡിയോ ആണ്. സോ അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ അമൃത സ്കിൻ കെയർ ഒക്കെ തുടങ്ങി. ഞാനൊന്ന് ജസ്റ്റ് എൻ്റെ സ്കിൻ ഐസ് ഒക്കെ വെച്ച് സെറ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, കാണിച്ചു തരാം. നിങ്ങൾ രണ്ടുപേരും ഇന്നെ വീഡിയോയിലുണ്ട് ഗൈസ്. നിങ്ങൾ രണ്ടുപേരും ഇന്നെ വീഡിയോയിലുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾ ആക്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് ഉദ്ദേശിച്ചത്. വരുന്നു, ഐസ് എടുക്കുന്നു, ഫേസിൽ വെക്കുന്നു, അത്രയും. ഓക്കെ, എന്നെ വിളിക്കാതിരുന്ന് ഒറ്റയ്ക്ക് കഴിക്കുന്നത്. കഴിക്ക്. ഞാൻ വരണുണ്ട്. സോ അതുപോലെ തന്നെ ആക്കിയിട്ടുണ്ട്. ഇരുന്നതിനൊക്കെ ആക്കിയിട്ടുണ്ട്. ഒരേ വാഷിലെല്ലാം റെഡിയായി. എങ്ങനെ ഇരുന്നോ അങ്ങനെ ആക്കിയിട്ടുണ്ട് ഞാൻ മുടി. അപ്പം എല്ലാവരും ഹാപ്പി അല്ലേ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയാണ് എനിക്ക് ഫുഡ് കഴിക്കുക, റെഡി ആവുക. സാധാരണ എപ്പോഴും ഒരു ഈവനിങ് കഴിഞ്ഞിട്ടൊക്കെ ഇപ്പോൾ റീക്രിയേഷൻ എന്നല്ല, ഏത് നോർമൽ ഒരു വീഡിയോ ആണ് ഈ കൂടി എടുക്കുന്നത്. പക്ഷേ ഇന്ന് നേരത്തെ എടുക്കാമെന്ന് ചോദിച്ചാൽ, അത് മാത്രമല്ല ഇന്ന് അത്ര വെയിലില്ല. അപ്പോൾ നല്ല ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ എന്ന് അമൃത പറഞ്ഞായിരുന്നു. അങ്ങനെ സോ കുറേ ട്രാവൽ ചെയ്തു. അപ്പോൾ ഞാൻ ഉറങ്ങി. അപ്പോൾ അതിൻ്റെ ക്ഷീണം എൻ്റെ ഫേസിലുണ്ട്. അയ്യോ എന്താ രസം, നല്ല ആശ്വാസം. രസം മാത്രമല്ല, നല്ല ആശ്വാസം. നിങ്ങളിങ്ങനെ ഐസ് വെക്കുന്നതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ, നല്ല ഫേസിൽ. പിന്നെ നിങ്ങളെ കമൻസൊക്കെ കാണുമ്പോൾ അയ്യോ എനിക്ക് ഞാൻ എന്താ പറയാനായിട്ടാ, ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട്. ഏതോ ബാഗിൻ്റെ ഉള്ളിലാണ്, അല്ല ഈ ട്രോളിക്കുള്ളിലാണ് ആ ഒരു പോസ്റ്റ്യൂം ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഏതിൻ്റെ ഒന്നിൻ്റെ ഉള്ളിലായിരുന്നു ആ ഒരു ഡ്രസ്സ് ഇരിക്കുന്നത്. വാവ്, സൂപ്പർ. സോ ഇതാണ് നമ്മുടെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലില്ലി കോസ്റ്റ്യൂം ഇതാണ്. ഞാനൊന്ന് റെഡിയായി വരട്ടെ വേഗം. ഇതാ ലില്ലിൻ്റെ കമ്മൽ. ഹായ്, ഞാൻ റെഡിയായി. ഇതാ എൻ്റെ ഇന്നത്തെ ലില്ലി കോസ്റ്റ്യൂം. സോ ഇന്ന് ഇവിടെ നിന്ന് ഒരുപാട് സീൻസ് എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ലൈക്ക് വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ളത് അങ്ങനെയൊക്കെ. അമ്മ എൻ്റെ വീഡിയോയ്ക്ക് ആയിട്ട് കൊള്ളാം, എനിക്കിഷ്ടമായി. ഇവിടെ ക്യാമറ ഗേൾ ഇവിടെ എത്തിയിട്ടില്ല. അപ്പം നമ്മളിവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് വീഡിയോ ചെയ്യാനായിട്ട്. സോ അച്ഛൻ റെഡിയാണ്, അമ്മ റെഡിയാണ്, ഞാൻ റെഡിയാണ്. അപ്പോൾ എനിക്കുള്ള കുറച്ച് സീൻസാണ് എടുക്കാനുള്ള. സ്റ്റേറിൽ നിന്ന് വരുന്നതും അത് ഇവിടെ ഇങ്ങോട്ടൊക്കെ കയറി വരുന്നതും. അപ്പോൾ അതെടുത്തതിന് ശേഷമാണ് ഇവിടെ മെയിൻ സീൻ. നിങ്ങൾ എന്നോട് അഭിനയിക്കാൻ പോവുകയാണ്. ബിസ്ക്കറ്റ് കഴിക്കുന്ന സീനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അല്ല എന്നാണ് പറയുന്നത്, ഇങ്ങനല്ല. അതല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാം, ഇത് വരല്ല. സോ ഞാൻ കയറി വരേണ്ടത് അച്ഛൻ ഒന്നുകൂടെ കാണിച്ചു തരണം. ഒന്ന് അച്ഛൻ കാണിച്ചു തരും. കണ്ടോ, റൈറ്റിലോട്ട് പോയാൽ മതിയല്ലോ. ഹായ് അമ്മ. അതാണ് എടുക്കാനുള്ളത്. അമല തളർന്നു. അതിന്റെ അമ്മ കോഫിയൊക്കെ ആയിട്ട് വരുന്നു. എന്റെ അച്ഛനെയാണ് നിങ്ങൾ കാണേണ്ടത്. പണ്ടിപ്പട സിനിമയാ. താഴെ പോയി വെട്ടിയെടുക്കും. താഴെ അവിടെ എന്തോ ഇരിക്കുന്നത്. ഓക്കെ, നമ്മളെ പോയിട്ട് വരാം. താഴെ എന്തോ ഇരിക്കുന്നത്. താഴെ ഉണ്ട്, കാണിച്ചു തരാം. വരും. ലിഫ്റ്റ് ഉണ്ട്, പക്ഷെ അച്ഛൻ ലിഫ്റ്റില് കുറച്ച് പേടിയാണ്. ഇതില് വരാൻ ഭയങ്കര പേടിയാ. സീറോയില് നിൽക്കുന്നത്. വരും, ഇപ്പൊ വരും. ഒരു ലീഫ് വെട്ടാൻ വേണ്ടി പോയത്. ഇപ്പൊ താഴെ പോയിട്ട് അത് കട്ട് ചെയ്ത് പശു ഉണ്ടാവും അവിടെ. പശുമാടില്ല.
ഇവിടെ പസുമാടെന്നാണ് പറയുന്നത്. സോ ആ ഒരു സംഭവം നമ്മൾ അവിടെ കാണും. നമ്മൾ എപ്പോഴും ഉണ്ടാവില്ല അവിടെ, ഇപ്പൊ 4 ഇവിടെ ഒരു റോഡിന്റെ 2-3 ഒക്കെ കാണും. അവരവിടെ ഉള്ള പുല്ലൊക്കെ കഴിച്ച് നിൽക്കും. എന്തായാലും ഇപ്പോഴും കാണും. ഓക്കേ ഗായ്സ്, നമ്മൾ ഇവിടെ നിന്നായിരിക്കും ഇല ഈ ഇല വെട്ടിയെടുക്കുന്നത് അല്ലേ ചാ? ഞാൻ പറഞ്ഞില്ലേ പശുവിനെ കാണുമെന്ന്. ദേ നിൽക്കുന്നു, ദേ നിൽക്കുന്നു. അയ്യോ തിരിഞ്ഞു പോയി ഞാൻ എടുത്ത ഭാഗം. ഭയങ്കര വെയില് കാണിക്ക്. അത് രണ്ടും ഇരിക്കട്ടെ. ഓക്കെ, ഇത് ഡണ്ണാണ്. സോ ഗൈസ്, നമ്മള് ഇത് വാങ്ങിക്കഴിഞ്ഞു. അല്ല വാങ്ങിയല്ലോ, വെട്ടിയെടുത്ത് കഴിഞ്ഞു. വാ വെയില് വാ. സോ അതൊക്കെ ആയിരുന്നു അവിടെ റെഡിയാണ്. ഇലകൾ ഇവിടെ ഉള്ളതാണെങ്കിൽ വളരെ നല്ലത്. ഈ ഇലകള് ഈ പൂക്കളെല്ലാം ഇവിടെ പൊടിച്ചതാണോ അങ്കിൾ? ഞാൻ ചോദിച്ചതിന് ആൻസർ കിട്ടിയില്ല. അതേ സിനിമയിലായിരുന്നു, ഒരു സിനിമയിലെ ഡയലോഗ. ഈ പൂക്കൾ ഇവിടെ വരുന്നതാണെങ്കിൽ വളരെ നല്ലത് മിസ്റ്റർ മരുമകൻ. നമ്മളത് ചെയ്തിട്ടുണ്ട്, മ്യൂസിക്കലി എന്തോ സംഭവം ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു ഡയലോഗ് ഓർമ്മയുണ്ട്. എല്ലാം പറയണല്ല അത്. ഗായ്സ്, ഇപ്പോ ഞാൻ ഈ ചെയറിലിരിക്കുന്ന ഒരു സീനാണ് എടുക്കുന്നത്. ചെയറിലിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇരിക്കുന്നത്, അതിന് ശേഷമാണ് ഇത് കഴിക്കുന്നത്. അങ്ങനെ കാണിക്കുന്നത് ഇതല്ല, ബിസ്ക്കറ്റ് കഴിക്കുന്ന സീനാണ് അടുത്തെടുക്കുന്നത്. അയ്യോ, ഇവിടെ ആയിരുന്നു തന്നെ ഒരു പൊട്ട് പോലെ ഇരുന്നത്, ഇവിടെ ആയിപ്പോയി സിമ്പിൾ ബട്ട് ക്യൂട്ട്. നമ്മുടെ ഓരോ വീഡിയോവും ഭയങ്കര എന്താണ് പൊളി ആവുന്നതും നല്ല നല്ല കമൻസ് പറഞ്ഞതിൻ്റെയും ഒരു എന്താണ് ബേസിക് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഈ സിംപ്ലി ഉള്ള ഐഡിയാസാണ്. സോ കിടിലം. ഒന്നായിക്കേ, നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അതൊരു മറ്റേ പ്ലാന്റ് എന്നല്ലേ തോന്നുള്ളൂ, നമ്മൾ സെറ്റ് ചെയ്തേക്കണം. സൂപ്പർ. ഇവിടെ ഇപ്പോ അഭിനയം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. സോ ഇവിടെ അഭിനയം ഇനിയിപ്പോ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഞാനത് കഴിക്കാൻ പോവാണ്. പക്ഷെ വീഡിയോ എടുക്കുന്ന മുന്നേ കഴിച്ച് കഴിഞ്ഞാൽ അമൃത ഫുള്ളായിട്ട് വയലൻ്റ് ആവും, അതുകൊണ്ട് ഇപ്പോൾ ശരിയാകത്തില്ല. സോ ഇവിടെ അഭിനയിക്കാനായിട്ട് റെഡിയാണ്. സോ നമ്മുടെ ഷോട്ട് നമ്മൾ എടുക്കാൻ പോകുന്നു. കിടിലായിട്ട് ചെയ്തു, സത്യമായിട്ട് കിടിലായിട്ട് ചെയ്തു. പക്ഷെ എൻ്റെ മുടി കുറച്ചങ്ങോട്ടായി പോയല്ലേ. പാവം അമൃത ഒരുപാട് ടയേർഡായെന്ന് പറയുമ്പോൾ ഇപ്പോൾ അറിയാലോ, വീഡിയോ എടുത്ത് തരുമ്പോൾ പിന്നെ അമൃത ഭയങ്കര ഇത് കണ്ടില്ലേ, ചുമരിലെ പൊടിയൊക്കെ സ്ട്രഗിൾ. അത് തന്നെ കുളിച്ച് വൃത്തിയാവും.